E20 എന്ന് പറഞ്ഞ് നമ്മുടെ എല്ലാവരുടെയും സ്കൂട്ടറിൻ്റെ എഞ്ചിനകത്ത് ഉപ്പ് വാരിയിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് ഈ സർക്കാർ. സർക്കാരിന് ഒരു ദയ ഉണ്ടാവില്ല. 80% പെട്രോള് 100% പെട്രോളിൻ്റെ പൈസയ്ക്ക് നമുക്ക് തന്നിട്ട് അതൊഴിക്കുന്ന നമ്മുടെ എഞ്ചിൻ കേടായി പൊക്കോട്ടെ എന്ന ശാപവും കൂടെ വെച്ചിട്ടാണ് തരുന്നത്. 100% പെട്രോളിൻ്റെ ഒന്നും പറയാനില്ല, അതിൽ തന്നെ ഭയങ്കര നികുതി ഏർപ്പെടുത്തിയിട്ട് നികുതി കൂടി ഉൾപ്പെടുന്ന ഒരു വിലയാണ് നമുക്ക് അങ്ങനെ കുറേ സാധനമുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിന് അങ്ങനെ ഒരു പൗരൻ്റെ പോക്കറ്റ് എന്ന് പറയുന്ന ദയയോ ധാർമ്മികതയോ ഒന്നും ഉണ്ടാവില്ല എന്ന കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഈ ഒരു വലിയ വ്യവസായി അല്ലെങ്കിൽ വ്യാപാരി അയാളുടെ അടുത്ത് പോയിട്ട് അയാൾക്ക് കൊടുക്കുന്ന പൈസ, നമ്മൾ അടയ്ക്കുന്ന പൈസ, ആ പൈസയിൽ അയാൾക്ക് കിട്ടുന്നതിനകത്ത് നിന്ന് അയാളുടെയും സർവീസ് ചാർജ് പിടിക്കുന്നു എന്ന് തോന്നുക, അയാൾ എന്തായിരിക്കും ചെയ്യുക? നമ്മുടെ ഉൽപ്പന്നത്തിന് അടിച്ചു തരും. അതാണ് സംഭവിക്കുക. നിങ്ങളിപ്പോൾ സമീപത്തുള്ള ഏത് ഹോസ്പിറ്റലിലും പോയി നോക്കുക, അവിടെ നഴ്സുമാരുടെ വേതനം കുറച്ച് കൂട്ടി, മിക്കവാറും ഹോസ്പിറ്റലിൽ കൂട്ടി. പക്ഷേ നിങ്ങൾ കാണാൻ നിൽക്കുന്ന എല്ലാ ഡോക്ടേഴ്സിൻ്റെയും OP ടിക്കറ്റ് എടുക്കുമ്പോൾ പൈസ വലിയ തോതിൽ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു വ്യവസായിയും ഒരു ഇൻവെസ്റ്ററും ഒരു വ്യാപാരിയും നമ്മൾ നന്നാക്കാൻ വേണ്ടി നമുക്ക് ഓഫർ തരില്ല. ഗവൺമെൻറ് അവർക്ക് മേൽ എന്തെങ്കിലും ചാർജസ് കൂടുതൽ കൊണ്ടുവരികയാണെങ്കിൽ അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഭാരം വഹിക്കേണ്ടി വരുന്നത് നമ്മളായിരിക്കും എന്ന് പറഞ്ഞ പോയിൻ്റ് അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിലെ ഉപഭോക്താവിന് തലയിലാവുന്നതാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഈ 2000 രൂപ 3000 രൂപ എന്നുള്ള അതിരൊന്നും ഉണ്ടാവില്ല. അത് ഈ പറയുന്ന നമ്മുടെ തന്നെ തലയിലേക്ക് വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പിന്നെ ഒരു കാര്യമുള്ളത് ഈ ഈ ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്ന പരിപാടിയെ ഉണ്ടാവില്ല എന്നാണ് സർക്കാർ എപ്പോഴും വാഗ്ദത്തം ചെയ്യുന്ന ഒന്ന്. എല്ലാവരും ഒരുപോലെ ഒരേ സ്ഥലത്ത് ഒരേ മാർഗ്ഗത്തിലൂടെ പൈസ അയക്കുമ്പോൾ തുല്യത എന്ന് പറയുന്ന സംഗതി നിലവിൽ വരികയാണെന്നുള്ളതാണ്. ഇതിപ്പോൾ ചിലപ്പോൾ ഗ്രാമീണ മേഖലയിലെ മനുഷ്യരിൽ നിന്ന് പിൻവാങ്ങുന്ന നിലയുണ്ടാവും. 2000 രൂപ അല്ലെങ്കിൽ ഇത്ര ലിമിറ്റ് വന്നാൽ ആ ലിമിറ്റിന് മുകളിലേക്കുള്ള പൈസ ക്യാഷായി ചിലവഴിക്കാൻ ആൾക്കാർ തീരുമാനിക്കും. സോ ഇതെന്ത് ഉണ്ടാക്കും? കുറേ ആൾക്കാർ ഇത് ഉപയോഗിക്കും. കുറച്ച് പൊക്കോട്ടെ എന്ന് വിചാരിക്കുന്ന ആൾക്കാർ അങ്ങനെ ചിലവഴിക്കും. ഒരു പൈസയും കളയാനില്ലാത്ത മനുഷ്യർ ക്യാഷ് ഉപയോഗിക്കുകയോ അല്ല അതിൽ നിന്ന് പിൻവാങ്ങുകയോ ചെയ്യും. ഇതെന്ത് ചെയ്യാൻ പോവാണ്? ഇത്രയും കാലം ഉണ്ടായിരുന്ന നമ്മുടെ ഒരു സമതുല്യത, എല്ലാവർക്കും ഉള്ള ഐക്യം ഒരു ഇതില്ലാതാവും. പകരം ആളുകൾ ഇത് ഉപയോഗിക്കാത്തവർ കുറച്ച് ഉപയോഗിക്കുന്നവർ ക്യാഷ് ഉപയോഗിക്കുന്നവർക്ക് പറഞ്ഞ് ഡിവൈഡ് നിലവിൽ വരും. അപ്പം നമ്മുടെ ഒരു ആത്യന്തികമായ ആശയത്തിന് എന്ത് പറ്റും? പരിക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതിൽ ചെയ്യേണ്ട ഒരു കാര്യം, ഗവൺമെൻറ് ഇനിയിപ്പോൾ ചെറിയ ഇപ്പം GPay ആയാലും കൊള്ളാം, ഫോൺ പേ ആയാലും കൊള്ളാം, അവരൊന്നും ഒരു വരുമാനമില്ലാതല്ല പ്രവർത്തിക്കുന്നത്. അവരിപ്പം വൻകിട ബ്രാൻഡുകളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് ഓഫറുകൾ തരുന്ന പൈസയുണ്ട്. പിന്നെ നമ്മൾ ചില ബിൽ പേയ്മെൻറ്റുകളൊക്കെ നടത്തുമല്ലോ, പേയ്മെൻറ്റ് നടത്തുമ്പോൾ നമ്മുടെ കുറച്ച് പൈസ പിടിക്കുന്നുണ്ട്. ഇപ്പം ലക്ഷക്കണക്കിന് ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ബിൽ പേയ്മെൻറ്റുകളിൽ നിന്ന് കോടിക്കണക്കിന് രൂപയാണ് ഈ പറഞ്ഞ ആപ്പുകൾക്ക് കിട്ടുക. അല്ലാതെ ചില്ലറ പൈസയൊന്നുമല്ല. അങ്ങനെ ഇവർ നഷ്ടത്തിൽ ഒരു സേവനം നടത്തുന്നവരൊന്നുമല്ല. അപ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ പ്രോഫിറ്റ് കൂട്ടണം, അതിന് ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നില്ല എന്ന് സർക്കാരിന് പറയുമ്പോൾ ഗവൺമെൻറ് എന്താ ചെയ്യേണ്ടത്? ഗവൺമെൻറ് അവർക്ക് എന്തെങ്കിലും സബ്സിഡി കൊടുക്കുകയോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സഹായം കൊടുക്കുകയോ ചെയ്ത് ഈ മേഖലയെ ആരോഗ്യകരമായി നിലനിർത്താൻ, പ്രത്യേകിച്ച് ഇന്ത്യ പോലെ സങ്കീർണമായ പോപ്പുലേഷനുള്ള ഒരു സ്ഥലത്ത് ഇത്തരം UPI ആപ്പുകൾ നിലനിർത്തുന്നതിന് ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യണം. ഗവൺമെൻറ് ഇപ്പോൾ വേറെ എവിടെ സ്പെൻഡ് ചെയ്യുന്നത്? എല്ലാം നമ്മുടെ പോക്കറ്റിൽ നിന്ന് എടുക്കുകയുള്ളൂ. അതായത് പെട്രോളിന് അന്താരാഷ്ട്ര മാർക്കറ്റിൽ വില കുറയുകയും നമുക്ക് വില കുറച്ച് കിട്ടുകയും ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആനുകൂല്യം തരില്ല, കൂടുമ്പോൾ നമ്മുടെ പോക്കറ്റിൽ നിന്ന് എടുക്കും. ഗവൺമെൻറ് ഒന്നിൻ്റെയും ഭാരം എടുക്കില്ല എന്ന് പറയുന്ന നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകണം. ഇത് ഭയങ്കരമായിട്ടുള്ള ഇന്ത്യൻ എക്കണോമിയെ ഉത്തേജിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അത് എങ്ങനെയാണോ നിലനിർത്തിക്കൊണ്ട് പോകേണ്ടത് അതിനാവശ്യമായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ സർക്കാർ കൊടുക്കണം. ഇത് പ്രമോദ് സാർ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു സംഗതി ഉപയോഗിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൻ്റെ അനിവാര്യത പോലെ നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫീസ് ഈടാക്കാൻ തുടങ്ങും, അതിൻ്റെ ശരിയായ സ്വഭാവം കാണിക്കും. ജിയോ വന്നത് ഞെട്ടിക്കുന്ന ഓഫറുകളായിട്ടായിരുന്നു. ഇപ്പോൾ ജിയോ മാർക്കറ്റ് ലീഡറാണ്. അടുത്ത ഫീസ് വർധനയ്ക്ക് കടക്കാനാണ് അവർ താരിഫ് വർദ്ധിപ്പിക്കാൻ പോവാണ്. എല്ലാ റീചാർജുകൾക്ക് വേണ്ടി 55 രൂപ വെച്ച് കൂടാൻ പോകുന്നു നിൽക്കുന്നു. അടുത്ത 3 മാസത്തിനകം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് അവർ പ്രവേശിച്ചു കഴിഞ്ഞു. കാരണം മറ്റേ പ്ലേയേഴ്സിനെ എല്ലാം അവരെന്ത് ചെയ്തു? വീക്കെൻഡ് ആദ്യം പിടിക്കുക, മാർക്കറ്റ് പിടിക്കാൻ വേണ്ടി പരമാവധി ഏറ്റവും കുറഞ്ഞ വിലയിൽ വരിക, നിങ്ങളെല്ലാവരെയും അതിൻ്റെ ഭാഗമാക്കുക. പിന്നെ മാർക്കറ്റിൽ എന്തായിരിക്കണം താരിഫ് എന്ന് അവർ തീരുമാനിക്കും. BSNL ഇപ്പോൾ അതിനകത്ത് റോളുമില്ല എന്നല്ല വന്നു. സോ അതിവിടെയും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു നിഷ്കളങ്കമായ കാര്യം, ഒരു ബിസിനസ് ഗ്രൂപ്പുകൾ നമ്മളെ സഹായിക്കാൻ വന്നിട്ടുള്ള ആപ്പുകൾ, അതിൻ്റെ കമ്പനികളെ സഹായിക്കൽ പോലുള്ള പരിപാടിയല്ല. ഗവൺമെൻറ് അതിനകത്ത് സ്പെൻഡ് ചെയ്തിട്ട് ഇത് ഫ്രീ ആയി ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന പരിപാടിക്ക് വേണ്ടി നിൽക്കുകയാണ് ഇന്ത്യൻ ഗവൺമെൻറ് ചെയ്യേണ്ടത്. അത് ചെയ്യുമെന്ന് ഒരു വിചാരവും വേണ്ട. എന്താണോ വരുന്ന ഭാരം, ഗവൺമെൻറ്റിനൊരു ഭാരം വരുന്നു തോന്നിയാൽ അതിൻ്റെ 2 ഇരട്ടി ഭാരം നിങ്ങളുടെ തലയിൽ വെച്ച് തരും. അതാണ് സംഭവിക്കുമ്പോൾ.